ധാരാളം സഭകളുണ്ട്. കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്റ്റൽ സഭ വരെയും പിന്നീട് അതിൽ തന്നെ സംഘടനാ സഭകളും ഇൻഡിപെൻഡന്റ് സഭകളുമായിട്ട് ഒരുപാട് സഭകളുണ്ട്. ഇതിലേതാണ് ദൈവത്തിന്റെ സഭ എന്ന് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകും. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സഭ ഏതാണ്, അത് ഈ കാലത്തുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം, അതിൽ എങ്ങനെ നമുക്ക് അതിൽ ഒരു ഭാഗമായിരിക്കാൻ കഴിയും, അതിന്റെ ഭാഗമാകാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ, ആ സഭയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ആ കൂട്ടായ്മയിൽ പോകുന്നത് എന്ന് നമ്മൾ അറിയാതെ നമ്മൾ പോയാൽ വഞ്ചിക്കപ്പെട്ടു പോകും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആത്മീയമായി നാം ഒരു ആരാധനാ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് തിരുവെഴുത്തുകൾ എന്തു പറയുന്നു എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ദ ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ് എന്നുള്ളതാണ്. ജീവനുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നാം തിരുവെഴുത്തുകളിൽ നിന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അതിനെ കുറിവാക്യമായി നമുക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 19-ഉം 20-ഉം വാക്യം നാം കുറിവാക്യമായി വായിച്ചിട്ട് ധാരാളം തിരുവെഴുത്തുകളിലൂടെ നമുക്കിന്ന് കടന്നു പോകേണ്ടതുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. 2:19-20 ആകയാൽ നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഇനി അടുത്ത വാക്കുകൾ വായിക്കാം. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഇതാണ് ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പോകുന്ന കൂട്ടായ്മകളെ, നാം അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, അവിടെ നടക്കുന്ന ശുശ്രൂഷകളെ നാം പരിശോധിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാം ചെന്നുപെട്ടിരിക്കുന്ന കൂട്ടായ്മ ദൈവികമാണോ എന്നുള്ള കാര്യം. പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ പറയുകയാണ്. 19-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ ബേസ് തന്നെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദാമ്യ വംശജർ എന്നുള്ള നിലയിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ഒരു കൂട്ടം ആളുകളെ യേശു ക്രിസ്തുവിന്റെ കാൽവരി മലയിൽ വെച്ചുള്ള ബലിയിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി കാൽവരിയിൽ ദൈവം സ്വയം ഒരു യാഗമായി തീർന്നു. ആ യാഗത്തിൽ നാം ഐക്യപ്പെടുമ്പോൾ, ആ യാഗത്തിൽ നാം അവനോടുകൂടെ ചേരുമ്പോൾ, നാം അവന്റെ ഉയർപ്പിന്റെ പ്രത്യാശയിൽ നാം ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ നാം വന്നു ചേരുന്ന, അല്ലെങ്കിൽ അങ്ങനെയാണ് നാം ഈ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ 19 പറയുന്നു, ആകയാൽ ഇനി നിങ്ങൾ അന്യന്മാരും പരദേശികളല്ല. ഇന്നലെ വരെ നിങ്ങൾ ഈ വിശ്വാസ യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരമായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നുവെന്നും യേശുക്രിസ്തുവിനോടുകൂടെ അവന്റെ മരണത്തിന് ഐക്യപ്പെട്ട് അവനോടുകൂടെ മരണത്തിന്റെ ഐക്യമായി സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി ജീവന്റെ പുതുക്കത്തിൽ നാം ദൈവവചന പ്രകാരം നടക്കാൻ പോകുമ്പോൾ, നടക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഇനി അന്യന്മാരും പരദേശികളല്ല. നമ്മൾ പിന്നെ ആരാണ്? നമ്മൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരെന്ന ബൈബിൾ പറയുന്നത്. നമ്മൾ ആരാണ്? ക്രിസ്തുവിന്റെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ സഹപൗരന്മാരാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത്. 2-ാമത്തെ കാര്യം പറയുന്നത്, നാം ദൈവത്തിന്റെ ഭവനക്കാരാണ്. ദൈവത്തിന്റെ ഭവനക്കാരായി നാം മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവം വസിക്കുന്ന ഭവനമാണ്, ദൈവം ആത്മാവാണ്. ആ ആത്മാവായ ദൈവം വസിക്കുന്ന ഭവനമാണ്, ആത്മീയ മന്ദിരമാണ് ക്രിസ്തുവിന്റെ ശരീരം. അതുകൊണ്ട് ദൈവഭവനക്കാരാണ്. അത് കത്തോലിക്ക പള്ളി പോലെയോ ഓർത്തഡോക്സ് യാക്കോബായ പള്ളികൾ പോലെയോ കെട്ടിടമല്ല സഭ. സഭ കെട്ടിടമല്ല. സഭ കല്ലിലോ സിമന്റിലോ
തടിയിലോ തീർത്ത കെട്ടിടമല്ല സഭ, മാംസളമായ പുതിയ ഹൃദയം വഹിക്കുന്ന, ക്രിസ്തുവിനെ രാജാവായ ഹൃദയത്തിൽ പൂജിക്കുന്ന വിശുദ്ധന്മാരുടെ ഐക്യമാണ് സഭ. പ്രൈസ് ദി ലോർഡ്. സഭയെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളായ നമ്മള് വായിച്ചിട്ടുണ്ട്. സഭയുടെ ഒരു വിശ്വാസ പ്രമാണം കുർബാനയിലും എല്ലാം ചൊല്ലുന്നുണ്ട്. നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ അത് പഠിക്കുന്നുണ്ട്. പഠിക്കുമ്പം ആദ്യത്തെ പോയിന്റിൽ ഇങ്ങനെയാണ്: സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ്, സഭ പിന്നെന്താണ്, കാതോലികമാണ്, സാർവത്രികമാണ്, സഭ ശ്ലൈഹികമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം യഥാർത്ഥ സഭയുടെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ എന്തൊക്കെയാണ്? സഭ ഏകമാണ്, ഒന്നേ ഉള്ളൂ സഭ, ഒരൊറ്റ സഭയേ ഉള്ളൂ. ഏകമാണ് സഭ. 2, സഭ വിശുദ്ധമാണ്. 3, സഭ സാർവത്രികമാണ്, എന്ന് വെച്ചാൽ കാതോലികമാണ്. കത്തോലിക്ക അല്ല കേട്ടോ, കാതോലികമാണ്. 4, സഭ ശ്ലൈഹികമാണ്. ഈ 4 പോയിന്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരു സഭയെ സമീപിച്ചാൽ, ഈ 4 പോയിന്റ് പ്രകാരമുള്ള ഒരു സഭ ഇന്ന് കത്തോലിക്ക മുതൽ പെന്തക്കോസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ, വണ്ണസ്, ട്രിനിറ്റി ഒരു സഭയിലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇല്ലെങ്കിൽ സഭ ഇല്ലാതിരിക്കാൻ പാടുണ്ടോ? സഭ ഉണ്ടായിരിക്കണം. ഇന്ന് പ്രാർത്ഥനയിൽ കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് മർക്കോസിന്റെ 16:18 ഒരു വാക്യം ഉദ്ധരിച്ച് പറഞ്ഞു: ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ കർത്താവ്, നമുക്ക് ആ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോയിട്ട് നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ 16 മുതൽ വായിക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട, കുറച്ച് സമയം കുറയും, പക്ഷെ നീണ്ടുപോയേക്കാം. എല്ലാവരും അതിനോട് സഹകരിക്കുമെന്ന് വിചാരിക്കും. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ആരോട് ഉത്തരം പറഞ്ഞു? യേശുവിനോട് പത്രോസ് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോന ശിമയോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തി തന്നു. എന്ത് വെളിപ്പെടുത്തി തന്നത്? നീ യു ആർ ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാം. നമുക്ക് സമയം പരിമിതി കൊണ്ടാണ് പോവാത്തത്. യേശു കൈസരിയ ഫിലിപ്പിന്റെ പരിസരത്തൂടെ പോകുമ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ അവര് ചില പ്രവാചകന്മാരുടെ പേര് പറഞ്ഞ്, ഏലിയാവെന്നും യെരമയാവെന്നും അതുപോലെ യോഹന്നാൻ സ്നാപകൻ മരിച്ചു ഉയർത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവിന്റെ ചോദ്യം തന്നോടുകൂടെ നടക്കുന്ന അപ്പോസ്തലന്മാരോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് എന്നെ കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? അവർ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ചാടിക്കേറി പറഞ്ഞു, യു ആർ ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആണ് യേശു പറഞ്ഞത്, ബറിയോന ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് എത്രയും നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ത് വെളിപ്പെടുത്തി തന്നത്? ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. എന്താണത്? അതൊരു വെളിപ്പാടാണ്. ഇറ്റ്സ് എ റെവലേഷൻ. ഈ വെളിപ്പാടാണ്. ഈ വെളിപ്പാട് നിനക്ക് തന്നത് ആരാണ്? എന്റെ പിതാവാണ്. എന്റെയും നിങ്ങളുടെയും പിതാവാണ്. ആമേൻ. അല്ലേ? അപ്പോസ്തലന്മാരുടെയും നമ്മുടെയും യേശുവിന്റെയും പിതാവാണ് ആര്? സ്വർഗത്തിലെ പിതാവ് അല്ലേ? ആണോ? അതുകൊണ്ടല്ലേ യേശു യോഹന്നാൻ സുവിശേഷം 20:17-18 പറയുന്നത്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവന്റെ അടുക്കിലേക്ക് ഞാൻ കയറി പോകുന്നു. അപ്പോൾ ആത്മീയമായി, ആത്മാവ് എന്നുള്ള നിലയിൽ യേശു എന്ന ജഡത്തിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവുള്ള അപ്പോസ്തലന്മാരും ക്രിസ്തുവിന്റെ ആത്മാവുള്ള നമ്മളും നമ്മളുടെ എല്ലാവരുടെയും പിതാവാണ്. ജഡം സംബന്ധിച്ച് യേശു ക്രിസ്തുവിന്റെയും നമ്മൾ ആത്മാവ് സംബന്ധിച്ച് നമ്മളുടെയും പിതാവാണ് ദൈവം. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അതുകൊണ്ടാണ് സഭയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ കയറി പോകുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് സംബന്ധിച്ച് ആ ക്രിസ്തു എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവാണ് തന്റെ ഉള്ളിലുള്ളതെന്നും ദൈവമാണ് തന്റെ ഉള്ളിലെന്നും, എന്നാൽ ആത്മാവ് സംബന്ധിച്ച് താൻ യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് പത്രോസ് വെളിപ്പെടുത്തിയപ്പോൾ പത്രോസിനോട് പറയാണ്, ദിസ് റെവലേഷൻ is given unto you is by the heavenly Father.
എന്റെ ബൈ മൈ ഹെവൻലി ഫാദർ, എന്റെ സ്വർഗത്തിലെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് അടുത്ത വാക്യം പറയാണ്, and I say also unto thee that thou art Peter, and upon this rock I will build my church. അതുകൊണ്ട് ഈ പത്രോസോട് പറയാണ്, എന്താ മലയാളത്തിൽ വെച്ചാൽ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പൊ പത്രോസ് കർത്താവിനോട് പറയാണ്, യു ആർ പീറ്റർ എന്ന് പറഞ്ഞാൽ യു ആർ പെട്രോസ് എന്ന് പറയും. ഗ്രീക്കിൽ ഒരു കഷണം, ഒരു പാറ കഷണമാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. കത്തോലിക്ക സഭ പറഞ്ഞു പത്രോസ് ആണ് ആ പാറ, ആ പാറമേലാണ് സഭ പണിതിരിക്കുന്നത് എന്ന് ആണ് അവരുടെ അടിസ്ഥാനം. പത്രോസിന്റെ മേലാണോ കർത്താവ് സഭ പണിതത്? അല്ല. പത്രോസ് എന്ന വ്യക്തി ഈ സംഭവം പറയുമ്പോൾ പറഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തേ? യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞു. അപ്പൊ അവസാനത്തെ ആദ്യമേ അറിയുന്ന, തന്നെ നിർണായക ഘട്ടത്തിൽ ഒറ്റിക്കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് അവനെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് കൂടെ നടന്ന്, നമ്മൾ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും, ഒരു പാത്രത്തിൽ ഉണ്ടും ഒരുമിച്ച് ഉറങ്ങിയും സ്നേഹിച്ച് നമ്മൾ അന്യോന്യം വിശ്വസിക്കുന്ന ഒരാൾ, കുടിച്ച വെള്ളത്തിൽ പോലെ ഒരു കാരണത്താലും എന്തു കൊടുത്താലും അവനെ തള്ളിപ്പറയുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ നിർണായക ഘട്ടത്തിൽ തള്ളിപ്പറയുമ്പോൾ ആ ബിട്രയൽ, ആ തള്ളിപ്പറയലിന്റെ വേദന എത്രമാത്രം! ഇത് യേശുവിന് അറിയില്ലായിരുന്നു, യേശുവിന് അറിയാമായിരുന്നു. അപ്പോൾ അത് അറിയുന്ന ആ പത്രോസിന്റെ മേലാണോ ദൈവം ഈ താൻ കാൽവരി ക്രൂസിൽ വില കൊടുത്ത് വാങ്ങാൻ പോകുന്ന സഭ പണിയാൻ പോകുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് കത്തോലിക്ക സഭ ദൈവസഭയുമല്ല, ദൈവത്തിന്റെ സഭ പണിതിരിക്കുന്നത് പത്രോസ് എന്ന പാറമേലുമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എവിടെയാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്? ചർച്ച് ഈസ് ബിൽഡ് ഓൺ ദ റെവലേഷൻ. സഭ വെളിപ്പാടിന്റെ മേലാണ് പണിതിരിക്കുന്നത്. ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, അല്ലെങ്കിൽ ക്രിസ്തു ദൈവമാണ്, ക്രിസ്തുവാണ് നമ്മെ വീണ്ടെടുക്കുവാൻ ജഡത്തിൽ വന്ന ദൈവം എന്നുള്ള വെളിപ്പാടുണ്ടെങ്കിൽ മാത്രമാണ് ആ വെളിപ്പാടുള്ളവരാണ് ആ സഭയിലെ അംഗങ്ങൾ. ദ ചർച്ച് ഈസ് ബിൽഡ് ഓൺ ദ റെവലേഷൻ. സഭ പണിയപ്പെട്ടിരിക്കുന്നത് വെളിപ്പാടിന്റെ മേലെ. ഹല്ലേലൂയ. ഈ വെളിപ്പാടുണ്ടെങ്കിൽ ആ വെളിപ്പാട് ലഭിച്ചവൻ ആ സഭയിലെ ഒരു ഭാഗമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയണം, upon this rock I will build my church. ഈ വെളിപ്പാടിന്റെ മേൽ സഭ പണിയുന്നവരാണ്. വെളിപ്പാടില്ലാത്തവർ സഭ ഇടറിപ്പോകുന്നത്. സഭ ഇന്ന് ലോകത്തിന് വിൽക്കപ്പെടുന്നതിന്റെ കാരണം, സഭ ഇന്ന് പണത്തിനും സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും ഇലക്ഷനും വേണ്ടി അവർ തങ്ങളെ തന്നെ വിട്ട് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ, സഭ പണം സമ്പാദിച്ചു കൂട്ടുമ്പോൾ, സഭ ബിൽഡിംഗ് ഉണ്ടാക്കി കൂട്ടുമ്പോൾ, സഭ ആതുരാലയങ്ങൾ പണിയുമ്പോൾ, സഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, സഭ നരകവാതിലുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ദൈവത്തിന്റെ അപ്പോസ്തലന്മാരാരും ഈ വക പരിപാടിക്ക് മുതിർന്നോ? ഇല്ല. അന്ന് ആശുപത്രിയുടെ ആവശ്യമില്ലാഞ്ഞിട്ടല്ല, അന്ന് വിശക്കുന്നവരില്ലാഞ്ഞിട്ടല്ല, അന്ന് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആവശ്യമുണ്ട് ജനങ്ങൾക്ക്. അന്നും ഇന്നത്തെയും ചില ജനങ്ങൾ, ദരിദ്രന്മാരായ ജനങ്ങൾ ഇവിടെയുണ്ട്, രോഗികളുണ്ട്, മുടന്തന്മാരുണ്ട്. അതൊക്കെ നമ്മൾ പിന്നോട്ട് വരുമ്പോൾ ബൈബിളിൽ കാണുകയാണ്. എന്നാൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചില സംവിധാനങ്ങൾ കൂടി വരുന്നവരുടെ പിരിവെടുത്ത് നമുക്ക് തുടങ്ങാമെന്ന് അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതൊക്കെ ചെയ്യുന്ന സഭയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് പറയാണ്, and this rock I will build my church and the gates of hell shall not prevail against it. അതുകൊണ്ട് പാതാള ഗോപുരങ്ങൾ ഞാൻ പണിയുന്ന സഭയെ ജയിക്കത്തില്ല. ആര് പണിയുന്ന സഭയെ? കർത്താവായ യേശു ക്രിസ്തു പണിയുന്ന സഭയെ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. ഇന്ന് കത്തോലിക്ക മുതൽ പെന്റക്കോസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ഇൻഡിപെൻഡന്റ് ബ്രദറൻ, പിൽഗ്രീം ഹോളിനസ്, നാസറീൻ എന്ന് പറയുന്ന കോടിക്കണക്കിന് സഭകളെല്ലാം പാതാള ഗോപുരങ്ങളുടെ അടിമയാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ പാതാളത്തിന് ജയിക്കാൻ കഴിയില്ല. കാരണം അത് ഇന്ന് കെട്ടിടങ്ങളായിട്ടും 100 കൂട്ടം ആളുകൾ കൂടി ഭയങ്കര ഒച്ചപ്പാടിലും ബഹളത്തിലും ആരാധിക്കുന്ന അസംബ്ലീസ് അല്ല. അത് ചെതറിക്കിടക്കുന്ന ആത്മാക്കളുടെ സമൂഹമാണ്. അവരുടെ ഉള്ളിൽ ക്രിസ്തു എന്ന ദൈവം വസിക്കുന്നു. ഹല്ലേലൂയ.
അതുകൊണ്ട് നമ്മൾ എണ്ണത്തിൽ കുറവാണ്, അവിടെയും ഇവിടെ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട. ഇങ്ങനെയെങ്കിലും ഒരു കൂട്ടായ്മ ദൈവം നമുക്ക് നൽകുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇങ്ങനെയെങ്കിലും നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ട് ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയെങ്കിലും ഈ ചിതറിക്കിടക്കുന്ന നമുക്ക് നമ്മിലുള്ള ക്രിസ്തുവിനെ ഉണർത്തുവാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾക്ക്, ചില ട്രാൻസ്ലേഷനിൽ ഹേഡീസ് എന്ന് എഴുതിക്കുന്നത്. ഹേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാളം എന്നാണ്. ഇവിടെ നരകം പാതാളം ഒന്ന് തന്നെയാണ്. അപ്പൊ എന്താണ്, ദ ഗേറ്റ്സ് ഓഫ് ദ ഹേഡീസ് ഷാൽ നോട്ട് പ്രിവെയിൽ ഓൺ ഇറ്റ്. അപ്പൊ പാതാളത്തിന്റെ ഗോപുരങ്ങൾക്ക് ദൈവസഭയെ ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഗീവ് അൺടു ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. Whatsoever thou shalt bind on earth shall be bound in heaven, and whatsoever thou shalt loose on earth shall be loosed in heaven. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവ് പത്രോസിന് താക്കോലിൽ കൂട്ടം കൊടുത്തു. അത് നമ്മളൊക്കെ ഇരുമ്പിന്റെയോ പിച്ചളയുടെ താഴിട്ട് കൂട്ടുന്ന താഴും താക്കോലും അല്ല കൊടുത്തു, ആണോ? അല്ല. കർത്താവ് പത്രോസിന് കൊടുത്ത താക്കോൽ എന്താണ്? ഒന്ന്, ആ താക്കോൽ കൂട്ടം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു, അല്ലെങ്കിൽ ജീവനുള്ള ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് ക്രിസ്തു. എന്താണ് സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അല്ലെ, സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം ജഡത്തിൽ നിന്നാണ്. അപ്പൊ ദൈവം ജഡത്തിലാണ് എന്നുള്ള പത്രോസിന്റെ പ്രസ്താവനയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത വെളിപ്പാട്. ഈ വെളിപ്പാട് ലഭിച്ചപ്പോൾ ഒന്നാമത്തെ താക്കോലാണ് എന്താണ്? ദൈവം ജഡത്തിൽ വന്നു, അതാണ് ക്രിസ്തു. രണ്ടാമത്, ആ സഭയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പാപ സംബന്ധമായി നാം മരിക്കണം എന്ന് വെച്ചാൽ നാം മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. രണ്ടാമത്, പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം ഏകനാണ്, അല്ലെങ്കിൽ ദൈവം ജഡത്തിൽ വന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവന്റെ മരണത്തിൽ നാം ഐക്യപ്പെടേണ്ടതിന് നാം അവനോട് ചേരാൻ മാനസാന്തരപ്പെട്ട്, നമ്മുടെ പാപങ്ങൾക്ക് നാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് സ്നാനമേൽക്കണം. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിച്ച പരിശുദ്ധാത്മാവുള്ളവരുടെ കൂട്ടായ്മയാണ് ക്രിസ്തുവിന്റെ ശരീരം. അതുകൊണ്ടാണ് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ കർത്താവ് പിന്നീട് വായിക്കാൻ, കർത്താവ് ദിനം പ്രതി അവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭ ജെറുസലേമിൽ ആരംഭിക്കപ്പെട്ടപ്പോൾ പത്രോസ്, പരിശുദ്ധാത്മാവ് പ്രാപിച്ച പത്രോസും ശേഷം അപ്പോസ്തലന്മാരും എഴുന്നേറ്റ് നിന്ന് അബ്രഹാം മുതൽ ദാവീദ് തുടങ്ങി യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും തമ്മിൽ പ്രസംഗിച്ചതിന് ശേഷം അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അങ്ങനെ ചെയ്തവർ അപ്പം നുറുക്കുകയും കൂട്ടായ്മയും ചെയ്തു പോയവരെ കർത്താവ് തന്റെ ശരീരമാകുന്ന സഭയോട് ചേർത്തു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നവർ, ഇന്ന് ഞാൻ സംസാരിച്ച വാക്യങ്ങൾ കേൾക്കുന്നവരായി നിങ്ങൾ പറയണം, ഇത്രയും പറഞ്ഞു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പത്രോസിന് കൊടുത്ത താക്കോൽ ഉപയോഗിക്കപ്പെട്ട് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? പത്രോസിന് കൊടുത്ത താക്കോൽ ഉപയോഗിച്ച് നിങ്ങൾ മാനസാന്തരവും പാപമോചനവും പരിശുദ്ധാത്മാവിനെയും നേടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തിലെ സഭയുടെ അതിന്റെ ആദ്യ പടികളിലേക്ക് വന്നു. ഇനിയുമുണ്ട് കാര്യങ്ങൾ. അപ്പോൾ കർത്താവ് പറഞ്ഞത് പാതാള ഗോപുരങ്ങളെ ജയിക്കും. നമ്മൾ കുറിവാക്യമായി അപ്പോസ്തലന്മാരുടെ എഫേസ്യ ലേഖനം 2:20 വരാം. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്താണ് ചർച്ചിന്റെ മൂലക്കല്ല്? ദ കോർണർ സ്റ്റോൺ ഓഫ് ദ ചർച്ച് ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ദൈവമാണ് ചർച്ചിന്റെ അടിസ്ഥാന കല്ല്. അതിന്റെ ഉപദേശങ്ങൾ ആരുടെയാണ്?
അപ്പസ്വലന്മാരുടെയും പ്രവാചകന്മാരുടെ ഉപദേശം. പ്രൈസ് ദി ലോർഡ്. അപ്പസ്വലന്മാരുടെ ഉപദേശം പ്രവാചകന്മാരുടെ ഉപദേശം രണ്ടാണോ? അല്ല. നമുക്ക് വായിക്കാം ലൂക്കോയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 25 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പറയാണ്, ഇപ്പൊ പ്രവാചകന്മാര് പറഞ്ഞതാണ് ആരെ കുറിച്ച്? ജഡത്തിൽ വരുന്ന ക്രിസ്തുവിനെ കുറിച്ച്. ജഡത്തിൽ വരുന്ന ക്രിസ്തു മെസ്സിഹയാണ് എന്ന് വെച്ചാൽ മെസ്സിഹ ദൈവമാണ്. ഒരു യഹൂദനോട് ചോദിക്കുകയാണ്, മെസ്സിഹ ദൈവമാണെന്ന് വെച്ചാൽ യഹൂദൻ പറയും മെസ്സിഹ ഈസ് ഗോഡ്, മെസ്സിഹ ഈസ് ഗോഡ്. പക്ഷെ നിങ്ങൾ പറയുന്ന ഈ ക്രിസ്തു അല്ല മെസ്സിഹ എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ക്രിസ്ത്യാനികൾ പറയുന്ന ഈ ക്രിസ്തു അല്ല ഞങ്ങളുടെ മെസ്സിഹ, ഞങ്ങളുടെ മെസ്സിഹ ഹാസ് നോട്ട് യെറ്റ് കം. ആ മെസ്സിഹ ഇതുവരെ വന്നിട്ടില്ല, വരുമ്പോൾ അവൻ ദൈവമാണ്. അക്കാര്യത്തിൽ അവർക്ക് സംശയമില്ല. ഒരു ഏഷ്യ 9:6 ഏഷ്യ 7:14 പറയുന്നത് നമ്മോട് കൂടെ ദൈവം എന്ന് പറയുന്ന മെസ്സിഹയെ വിശ്വസിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന മുഴുവൻ മെസ്സിഹായും അവർ വിശ്വസിക്കുന്നുണ്ട്. അവർ ഉൽപ്പത്തി 3:15 മെസ്സിഹായെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മെസ്സിഹായെ എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മെസ്സിഹ ദൈവമാണെന്നും ആ മെസ്സിഹ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്ന് ജഡത്തിൽ വന്ന് മരിക്കുമെന്നും മെസ്സിഹായുടെ മരണം വിളിച്ചു പറയുന്നത് മോശയുടെ കൽപ്പന പ്രകാരം കൊടുക്കപ്പെട്ട ഓരോ ആട് ബലികളുടെയും നിഴൽ ബലികളുടെ പൂർണ്ണതയായി മെസ്സിഹ ബലി അർപ്പിച്ച് മനുഷ്യരെ വീണ്ടെടുക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കണ്ണടഞ്ഞു പോയി മെസ്സിഹയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർ തന്റെ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ടവന് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ സഭ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവോട് പറഞ്ഞത്, പ്രവാചകന്മാർ പറഞ്ഞതൊക്കെയും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം ഈ 3.5 വർഷം തന്റെ മിനിസ്ട്രിയിൽ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു. യേശു ഇത് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, അടക്കം, പുനരുത്ഥാനം ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് യേശു അവരോട് പറയുന്നത്. അല്ലേ? ഇത് യേശു എപ്പോഴാണ് പോകുന്നത്? എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് പറയുന്നത്, ഉയർത്തെഴുന്നേറ്റുകളെ പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം, തന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം യഹോവയെ കുറിച്ചാണ്. പക്ഷെ വെളിപ്പെട്ടതെല്ലാം യേശുക്രിസ്തുവില്ല. അല്ലേ? അപ്പം അങ്ങനെ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് വിളിച്ചു. അപ്പോൾ പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരെന്താ ചെയ്തേ? അപ്പോസ്തലന്മാര് നമ്മൾ ഈ പുസ്തകത്തിലെ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ അടുത്ത് 66 പുസ്തകമുണ്ട്, ഇല്ലേ? പക്ഷെ പൗലോസ് ഈ കാര്യം പ്രസംഗിക്കുമ്പോ എഫേസ്യർക്ക് എഴുതിയ ലേഖനമുണ്ടോ? ഏതെങ്കിലും ലേഖനങ്ങളുണ്ടോ? അപ്പോസ്തല പ്രവൃത്തിയുണ്ടോ? സുവിശേഷങ്ങളുണ്ടോ? ഇല്ല. ആകെപ്പാടെ അവർക്കുള്ളത് ഏതാണ്? ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളേ ഉള്ളൂ. അപ്പോൾ അവർ പ്രസംഗിച്ചത്, അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും വചനം ഒന്നാക്കാനുള്ള കാരണം എന്താണ്? അവർ പ്രസംഗിച്ചതെല്ലാം ന്യായപ്രമാണം മുതൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ മുഴുവൻ എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമത്തിന്റെ തനാക്കിൽ നിന്നും ആണ് അവർ പ്രസംഗിച്ചത്. അവരെല്ലാം പ്രവാചകന്മാർ വെളിപ്പെടുത്തിയ ക്രിസ്തുവിനെയാണ് പ്രസ്താവിച്ചത്. പ്രവാചക ഗ്രന്ഥങ്ങളിലുള്ള മെസ്സിഹയാണ് 4 സുവിശേഷന്മാർ 4 ആംഗിളിൽ നിന്നും വെളിപ്പെടുത്തിയത്. പ്രവാചകന്മാർ പ്രസംഗിച്ച ആ പുസ്തകത്തിലെ വീണ്ടെടുപ്പുകാരനെയാണ് അപ്പോസ്തല പ്രവൃത്തി മുതൽ യൂദായുടെ ലേഖനം വരെ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം. ഈ 2 അപ്പോസ്തലന്മാർ വേറൊരു ഉപദേശം പഠിപ്പിച്ചില്ല. അപ്പോസ്തലന്മാരെതിരെ എന്ത് ചെയ്യുക ചെയ്തേ? പഴയ നിയമത്തിൽ മറവിൽ കിടക്കുന്നതിനെ എൻലൈറ്റൻ ചെയ്തു, പ്രകാശിപ്പിച്ചു. അത് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് നാം ഉൾപ്പെടെയുള്ളവർക്ക് പ്രകാശമായി തീരേണ്ടതിന് അതുകൂടി ദൈവം വചനമാക്കി തീർത്ത് നമ്മുടെ പുസ്തകത്തിലേക്ക് തന്നു. അപ്പോസ്തലന്മാർ സംസാരിച്ചപ്പോൾ ആ സംസാരിച്ചതിനെ ദൈവം വചനമാക്കി. ഹല്ലേലൂയ. കാരണം മർക്കോസ് 16:20 പറയുകയാണ്. മർക്കോസിന് 16 എന്താ പറഞ്ഞത്?
20 ലാസ്റ്റ് വാക്യം. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും കൊന്നു. അപ്പോൾ അവരാൽ നടക്കുന്ന അടയാളങ്ങൾ, അവർ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ആത്മനിറവുള്ളവരായി അടയാളങ്ങളെ പ്രവർത്തിച്ച് അവർ സംസാരിച്ച വചനത്തെ ദൈവം ക്രിസ്തു ഉറപ്പിച്ചു. അപ്പോസ്തലന്മാർ സംസാരിച്ച വാക്യങ്ങൾ പിന്നീട് എന്തായി തീർന്നു? ദൈവവചനമായി തീർന്നു. ഇനി ആരെങ്കിലും ഇതിനോടൊരു അഡീഷണൽ പുസ്തകം എഴുതിയാൽ ദൈവവചനമാകത്തില്ല. അതിനെ കർത്താവ് ഉറപ്പിച്ചിട്ടില്ല. അപ്പോസ്തോലിക കാലഘട്ടം കൊണ്ട് തിരുവെഴുത്തുകൾ പൂർണ്ണമായിക്കപ്പെട്ടു. ഇനി അതിനോട് അഡീഷണൽ ആയിട്ടോ ഒന്നും അനക്സ് ഒന്നും എഴുതി ചേർക്കാൻ ആർക്കും കഴിയില്ല. അത് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം 2 തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 14 and 15 വേഴ്സ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണ പ്രകാരം നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പൊ അപ്പോസ്തലന്മാർ പറഞ്ഞത് കേൾക്കാതിരുന്നാൽ യേശു വിളിക്കും മന്ദബുദ്ധികളെ. അപ്പോസ്തലന്മാരെ വിളിപ്പിച്ചതാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ട്രിനിറ്റേറിയൻ പെന്തക്കോസ്തുകാർ പറയും, ഗുരു പറഞ്ഞതാണ് ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. ഗുരു പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അയ്യോടാ, ഗുരു പറഞ്ഞതാരും അപ്പോസ്തലന്മാരും ചെയ്തില്ല. ഗുരു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ എഴുതിയത് ആരാണ്? മത്തായി 28 മത്തായിയുടെ സുവിശേഷം എഴുതിയത് ആരാണ്? അപ്പോസ്തലനായ മത്തായി. മത്തായി പോലും അനുസരിച്ചില്ല. അപ്പോസ്തലന്മാർ ആരും അനുസരിച്ചില്ല. എന്നിട്ട് അറിയാമായിരുന്നില്ലേ, സ്വർഗരാജ്യത്തിന്റെ താക്കോലും ഈ പുള്ളിക്ക് കൊടുത്തു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന് തെറ്റുപറ്റിപ്പോയി, അബദ്ധം പറ്റി. നമ്മൾ പറഞ്ഞില്ലേ, അവനെ വിശ്വസിച്ച് എല്ലാം കൂടെ അവൻ എഴുതി കൊടുത്തു. ഇപ്പൊ അവസാനത്തെ പെട്ട് കിടക്കുന്നു പറയും. അപ്പം യേശുവിന് കളിപ്പ് അല്ലെ തെറ്റുപറ്റിയതാണോ? ഇതെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ പറഞ്ഞ വാക്ക് അനുസരിക്കാത്തവനെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ പോയിട്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോലും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. വാക്ക് പറഞ്ഞത് ആരാണ്? യേശു കർത്താവ്. ഇനി പത്രോസ് തോന്നിയാസം കാണിച്ചാലും ഈ വാക്കിനെ അപ്ഹൽഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട് യേശുവിനുണ്ട്. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്, നിന്നെ എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ്, നിനക്ക് ഈ അധികാരമുണ്ട്, നീ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും, നീ അഴിച്ചാൽ അഴിക്കപ്പെട്ടിരിക്കും. പത്രോസ് അഴിച്ചതുപോലെ അഴിച്ചാൽ നമുക്ക് അഴിക്കാം. മനസ്സിലാകുന്നുണ്ടോ? പത്രോസിന് മാത്രമല്ല അധികാരമുള്ളത്. പത്രോസ് എങ്ങനെ അഴിച്ചോ അങ്ങനെ നമുക്ക് അഴിക്കുമ്പോൾ സ്വർഗത്തിൽ അത് എന്ത് ചെയ്യപ്പെട്ടിരിക്കും? അഴിക്കപ്പെട്ടിരിക്കും. അപ്പൊ നമ്മുടെ പാപങ്ങൾ മോചിക്കണമെങ്കിൽ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ അച്ഛനടുക്കെ പോയി കുമ്പസാരിക്കണം എന്നല്ല പത്രോസ് പറഞ്ഞത്. ഇപ്പോഴല്ല, നിങ്ങളൊരു 3 നൂറ്റാണ്ട് കാത്തിരിക്കണം. പിന്നെ ഈ സഭയ്ക്കകത്ത് കുറെ അച്ഛന്മാരുണ്ടാകും, പിന്നെ കുറെ കന്യാസ്ത്രീകൾ ഉണ്ടാകും. അതുവരെ നിങ്ങൾ പാപം ഇങ്ങനെ കെട്ടിക്കിടക്കട്ടെ, പോയി കുമ്പസാരിച്ചാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ല. പാപമോചനം ഇൻസ്റ്റന്റ് ആണ്. നിങ്ങൾ മാനസാന്തരപ്പെടുക, പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മ, എന്നാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ നിറച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കർത്താവിന്റെ വാഗ്ദത്തം. ഈ വാഗ്ദത്തം പറഞ്ഞിട്ട് കർത്താവിന് തെറ്റുപറ്റിയതല്ല. അതുകൊണ്ട് അവർ പറയും, പത്രോസിനെ അല്ല ഞങ്ങൾ അനുസരിക്കുന്നത്, ഞങ്ങൾ ഗുരുവിനെ അനുസരിക്കത്തുള്ളൂ. ഗുരുവിനെ അനുസരിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ അനുസരിക്കും? ഗുരുവിനെ അനുസരിക്കാൻ പോകുകയാണെങ്കിൽ അവർക്ക് ഒരു പുസ്തകം എടുക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യഹൂദന്റെ മാത്രം പുസ്തകമായി മാറി. പെന്തക്കോസ്തുകാരനടക്കമുള്ള ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും ബൈബിളിനോട് പഴയ നിയമത്തിലെ ഒരു അവകാശത്തിന്റെ ഒരു എന്താ പറയാ ഒരു സ്റ്റേക്ക് വേണമെങ്കിൽ പോലും അവന് പുതിയ നിയമം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പുതിയ നിയമത്തെ പൂർണ്ണമായും തിരസ്കരിച്ചിട്ട് നമുക്ക് പഴയ നിയമത്തിൽ അവകാശപ്പെടാൻ പറ്റുമോ? കാരണം പുതിയ നിയമം പഴയ നിയമത്തിന്റെ പ്രകാശനമാണ്. അതിലെ നിഴലുകളുടെ പൊരുളാണ് പുതിയ നിയമം. അപ്പൊ പുതിയ നിയമം മുഴുവൻ എഴുതിയത് അപ്പോസ്തലന്മാർ അല്ലേ? എല്ലാം എഴുതിയത് അപ്പോസ്തലന്മാർ. ഈ അപ്പോസ്തലന്മാരെ തിരസ്കരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുരുവിനെ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മത്തായി 28:19 പോലെ എടുക്കാൻ അവർക്ക് അർഹതയുണ്ടോ? ഇല്ല. അത് എഴുതിയത് അപ്പോസ്തലനായ മത്തായിയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർക്ക്? അപ്പൊ എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ പാരമ്പര്യം അവർ കത്തോലിക്ക സഭയിൽ നിന്നും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ബാബിലോണിയൻ ട്രിനിറ്റിയിൽ കൊണ്ടുവന്നതും
കത്തോലിക്ക മാതാവിൽ നിന്നും അവർ വഹിച്ചുകൊണ്ടുവന്ന ആ വേശ്യയുടെ മക്കളായിരിക്കുന്ന മറ്റ് പതര സഭകൾ കൊണ്ടുവന്നതാണ് ഈ ബാബിലോണിയൻ ട്രിനിറ്റി. ഇന്നലെ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ? എന്താണ് ബാബിലോണിയൻ ട്രിനിറ്റി? നിമ്രോദിന് സെമിറാമീസിൽ, അല്ലെങ്കിൽ നിമ്രോദിന്റെ ഭാര്യ സെമിറാമീസിന് ഏതോ ഒരാളിൽ നിന്നും ജനിച്ച തമ്മൂസ് എന്ന വ്യക്തിയാണ് ബാബിലോണിയൻ ട്രിനിറ്റി. ഇതാണ് റോമൻ കാത്തലിക് ചർച്ച് ഫാദർസ് ആൻഡ് ഹോളി ഗോസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത്. ബാബിലോണിയൻ ട്രിനിറ്റിയിൽ ഒരാൾ പെണ്ണാണ്, പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ പെണ്ണാണ്, സെമിറാമീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രിനിറ്റി കൊണ്ടുവന്നത് കോൺസ്റ്റന്റീനും തെർത്തുല്യനും പോലുള്ള കത്തോലിക്ക സഭാ പിതാക്കന്മാരാണ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഈ ബാബിലോണിയൻ പാഗൻ ഉപദേശത്തിന്റെ പിന്മുറക്കാരായി നിൽക്കുന്ന പെന്തക്കോസ്തുകാർ വരെയും പറയുകയാണ്, ഞങ്ങൾ ഗുരുവിനെ അനുസരിക്കത്തുള്ളൂ, അപ്പോസ്തലന്മാരെ അനുസരിക്കത്തില്ല. ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പത്രോസിന് തെറ്റുപറ്റിയതാണ്. ചില ആളുകൾ പറയും എഴുതിയവർക്ക് തെറ്റുപറ്റിയതാണ്. ചില ആളുകൾ പറയും ഇത് അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന പോലെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റുവെന്നും ഏൽക്കണമെന്നും ഒക്കെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് അപ്പോസ്തലനല്ല. ശരിയാണ്, അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളല്ല, മറിച്ച് അപ്പോസ്തലന്മാരുടെ കൂട്ടുവേലക്കാരനും പണ്ഡിതനും ഡോക്ടറും ചരിത്രകാരനുമായിരുന്നു ലൂക്കോസ്. അപ്പൊ ലൂക്കോസ് ആധികാരികമായ ലൂക്കോസിന്റെ ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ അത് എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ അപ്പോസ്തല പ്രവൃത്തിയിലെ ആമുഖം നമുക്കൊന്ന് വായിക്കാം. തെയോഫിലോസ് എന്ന് പറയുന്ന ഒരാൾക്കാണ് ഈ ലേഖനം അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നത്. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നാണ് അതിന് വേറൊരു വാക്യം. ആക്ട്സ് ഓഫ് ദ ഹോളി ഗോസ്റ്റ് ആണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ത്രൂ ദ അപ്പോസ്റ്റൽസ് ഓഫ് ഗോഡ്. അവിടെ പറയാണ് തെയോഫിലോസ്, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം. ഏതാ ഒന്നാമത്തെ ചരിത്രം? ലൂക്കായുടെ സുവിശേഷം. യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നു അല്ലേ? അവസാനിപ്പിക്കുന്ന എവിടെയാണ്? എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് കയറി പോകുന്നവരെയാണ് അല്ലേ? എന്നിട്ട് അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് ലൂക്കോസ് പറയുന്ന ഒരു കാര്യം. ഇനി ലൂക്കോസിന്റെ ഒന്നാമത്തെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായം പറയുമ്പോൾ, ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും എങ്ങനെയാ പറയുന്നേ? ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ. എന്ത് കാര്യങ്ങളാ? അപ്പൊ ലൂക്കോസ് ചുമ്മാ തട്ടിവിട്ടതാണോ? സഭയ്ക്കകത്ത് പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആരെഴുതിയത്? ഇവിടെ ആദ്യം പറഞ്ഞു ചുമ്മാതല്ല, പിന്നെ ആദ്യം മുതൽ കണ്ട കാര്യങ്ങളുടെ സാക്ഷികളാണ് അല്ലേ? സഭയ്ക്കകത്ത് സഭയുടെ ആരംഭം മുതൽ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജനനത്തിന്റെ ശേഷം താൻ പരസ്യ ജീവിതം തുടങ്ങുന്ന കാലത്ത് താൻ വിളിച്ച അപ്പോസ്തലന്മാരും തന്റെ പ്രവർത്തന മണ്ഡലത്തിൽ അന്നുണ്ടായിരുന്ന സാക്ഷികളുമായ ആളുകൾ കണ്ട കാര്യങ്ങളും അത് സംസാരിക്കുവാനും എഴുതുവാനും ഏൽപ്പിച്ചിട്ട് വന്ന വചനത്തിന്റെ ശുശ്രൂഷകന്മാർക്കും നമ്മെ ഭരമേൽപ്പിച്ചു. ഹല്ലേലൂയ. ഇത് എഴുതാൻ തെയോഫിലോസ് പറയാണ്, നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവർ കണ്ട സാക്ഷികളും ഈ ശുശ്രൂഷകന്മാരും ഭരമേൽപ്പിച്ചു. ഹല്ലേലൂയ. വായിച്ചു. പിന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരിക എന്ന് പറഞ്ഞ എന്താ കാര്യം?
എന്താ പ്രമാണിക്കുന്ന? നമ്മുടെ ഇടയിൽ നടത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അവിടെ സ്നാനമുണ്ട്, അവിടെ കൂട്ടായ്മയുണ്ട്, അപ്പോസ്തലന്മാരുടെ പ്രസംഗമുണ്ട്, അവിടെ തിരുവത്താഴമുണ്ട്, അവിടെ ദൈവസഭയുടെ എല്ലാവിധ കാര്യങ്ങളും ഉണ്ട്. പ്രമാണിച്ചു വരികയാണ് അല്ലെ? ജെറുസലേം മുതൽ യെരുസലേമിൽ പ്രമാണിച്ചു വരുന്ന കാര്യം ഇത് നമുക്കറിയാം. അപ്പൊ ചോദിക്കും, ഇത് എന്താ ഇപ്പൊ എഴുതുന്നത്? ഇത് എഴുതുന്ന എപ്പോഴാണ്? എത്രയോ 30ഓളം വർഷങ്ങൾക്ക് ശേഷം എഴുതുമ്പോൾ വളരെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള എവിഡൻസ് ശേഖരിച്ചിട്ടാണ് ആരെഴുതുന്നത്? ലൂക്കോസ് എഴുതുന്നത്. അതിനെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത്, ആദ്യം മുതൽ കണ്ട സാക്ഷികൾ, യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന സാക്ഷികൾ, പിന്നെ വചനത്തെ ശുശ്രൂഷിക്കാൻ ദൈവം ക്രിസ്തു പരമേൽപ്പിച്ച ശുശ്രൂഷകന്മാർ, പൂർണ്ണമായി അവരാൽ നടന്നു വരുന്ന ശുശ്രൂഷകളും കർമ്മ അനുഷ്ഠാനങ്ങളും കൂട്ടായ്മകളും ആരാധനയും അപ്പം നുറുക്കലും പ്രാർത്ഥനയും ഇവയെല്ലാം പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം സമർപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് എഴുതേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെ? വിട്ടുപോകാൻ പാടുള്ള കാര്യമല്ല. അതുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് തന്നെ ആദ്യം മുതൽ സകലവും സൂക്ഷ്മവുമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നി. ചുമ്മാ തോന്നിയതല്ല, ഈ സംഭവിച്ച കാര്യങ്ങളെയും ദൃക്സാക്ഷികളെയും കണ്ട് സംസാരിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടതും എനിക്ക് ദൃക്സാക്ഷികളായി നിന്നവർ എന്നെ അറിയിച്ചതും വചനത്തിന്റെ വേലക്കാരായവർ അല്ലെങ്കിൽ ശുശ്രൂഷിച്ചു പോകുന്നതുമായ കാര്യങ്ങളെ കുറിച്ച് എഴുതണമെന്ന് എനിക്കും തോന്നി. ഇത്രയും വലിയൊരു കാര്യം തോന്നാൻ കാര്യം എന്താണ്? ഇങ്ങനെ ഒരാളിനെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ചെറിയ ഒരു പുള്ളിയല്ല, മീൻപിടുത്തക്കാരനല്ല, ടാക്സി പിരിക്കുന്നവനല്ല. ആ കാലത്ത് ഒരു നല്ല മെഡിക്കൽ ഡോക്ടറാണ്, ചരിത്രകാരനാണ്, ജ്ഞാനമുള്ള മനുഷ്യനാണ്, കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിച്ചെഴുതുന്നവനാണ്. അങ്ങനെ ഒരാൾ ഇത് എഴുതണമെന്ന് ദൈവത്തിന്റെ നിശ്ചയമാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകൾ നമ്മളോട് പറയും, ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ് ശിഷ്യനാണ്, പക്ഷേ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനല്ല. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു മുട്ടുന്യായം പറയുന്നതിന്റെ കാര്യം? കാരണം അവിടെയാണ് ഒരു രേഖ കിടക്കുന്നത്, അവിടെയാണ് സഭയുടെ അടിസ്ഥാനം കിടക്കുന്നത്, അവിടെയാണ് മർമ്മം കിടക്കുന്നത്. ഈ മർമ്മം, ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്ന ദൈവമർമ്മം അറിയരുത്. അതിന് 2 കൊരിന്ത്യർ 4:3 പറയുന്ന പോലെ, ഈ ലോകത്തിന്റെ ദേവൻ സുവിശേഷത്തിന്റെ സത്യം തിരിച്ചറിയാതിരിക്കേണ്ടതിന് ദൈവപ്രതിമയായ ക്രിസ്തു എന്ന തേജസ്സിന്റെ സുവിശേഷം തിരിച്ചറിയാതിരിക്കേണ്ടതിന് അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി. അപ്പോൾ ഇനി നിങ്ങൾ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയും ട്രിനിറ്റേറിയൻ ബാപ്റ്റിസം കൊടുക്കുന്ന 3 ദൈവത്തെ പഠിപ്പിക്കുന്നവരുടെ എല്ലാം കണ്ണ് കുരുടാണ്, അവരുടെ ഹൃദയം കുരുടാണ്. അവർ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ഇതിലേക്ക് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ 3 മുതലുള്ള വാക്യം വായിക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദെമസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമെന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. അടുത്ത വാക്യം വായിച്ചു. ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകും. അപ്പൊ ജലത്താലും ആത്മാവിനാലും ജനിക്കണം. കേവലം ജഡം സംബന്ധമായി ജനിച്ച ജനനം ജഡികമാണ്. ആത്മാവിനാൽ ജനിക്കണം താൻ. ആത്മാവിനാൽ ജനിച്ചാൽ ആത്മാവായി മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആത്മീയന്മാർക്ക് ആത്മീയമായത് ദൈവം വെളിപ്പെടുത്തുന്ന ബൈബിൾ അല്ലേ? ദൈവം ആത്മീയർക്ക് ആത്മീയമായത് വെളിപ്പെടുത്തുന്നു. ഇപ്പൊ പെന്തക്കോസ്തിനാണ് ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്, 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്, 7 ദിവസമുണ്ട്, 21 ദിവസമുണ്ട്. ആത്മീയനാകണമെന്നില്ല. നിങ്ങൾ ആത്മീയനാണെങ്കിൽ, നിങ്ങളിൽ വസിക്കുന്ന ഈ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങളെ യഥാർത്ഥ
അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ പാപങ്ങളുടെ മോചനത്തിന് സ്നാനപ്പെടുത്തും. നിങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ള സത്യം ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ജഡത്താൽ ജനിച്ചത് ജഡമാണ്. നിങ്ങൾ ജഡത്തിന്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. നിങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിലെ ആത്മാവിന്റെ വെളിപ്പാടല്ല, മത്തായി 28:19 അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് കൂട്ടായ്മയില്ല. നിങ്ങൾ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിട്ടില്ല. ഓക്കെ, പരിശുദ്ധ പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത. ഇപ്പൊ ഈ പെന്തക്കോസ്തുകാരിൽ നിന്ന് വലിയ ഡോക്ടറേറ്റ് എടുത്തവര് പോയിട്ട് എന്ത് ചെയ്യണം? ഇനി വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചു തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഒന്നേന്ന് തുടങ്ങണം. വായിച്ചു മുന്നോട്ട് വായിക്കാം. 5-ാമത്തെ വാക്യം വായിച്ചു. 5 മുതൽ 2-ന്റെ 5 മുതൽ. ഏ ഓൾസോ വാസ് ലൈവ്ലി, നിങ്ങൾ ജീവനുള്ള കല്ലുകളായി. 2-ാം അധ്യായത്തിനല്ലേ വായിച്ചത്? 1-ന്റെ 2 അല്ല, 2-ന്റെ ഞാൻ വായിച്ചു, ഞാൻ ശ്രദ്ധിച്ചില്ല. 2-ന്റെ 5 മുതൽ വായിച്ചു. 1-ന്റെ 1 പത്രോസ് 2-ന്റെ എന്ന് പറഞ്ഞു. നിങ്ങളും ജീവനുള്ള കല്ലുകളായി. കിട്ടിയില്ല. 1 പത്രോസ് 2-ന്റെ 5 അങ്ങനല്ലേ? 1 പത്രോസ് 2-ന്റെ 5. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു. ആരാ പറയുന്നേ? ദൈവം പറയുകയാണ്. എന്നിട്ട് വായിച്ചു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ചൊന്ന് വ്യാഖ്യാനിച്ച് പോകണം. ഇപ്പൊ നമ്മളോട് പറയുക, വായിക്കുന്ന പത്രോസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇവിടെ പറയണ, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. നമുക്കൊന്ന് നോക്കാൻ വേണ്ടി 112-ാം സങ്കീർത്തനം അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കാം. സാംസ് 118 വേഴ്സ് 22. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അപ്പൊ ആരാണ് ദൈവത്തിന്റെ വീട് പണിയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്നവര്? ആർക്കായിരുന്നു ഈ വീടിന്റെ ആവശ്യം? ആർക്കു വേണ്ടിയാണ് ഈ വീട് കൊടുക്കപ്പെട്ടിരുന്നത്? ഇസ്രായേലിനായിരുന്നു, അല്ലേ? ഇസ്രായേലായിരുന്നു ദൈവത്തിന്റെ ഭവനം. പക്ഷേ ഇസ്രായേൽ ദൈവഭവനം പണിയണമെങ്കിൽ മൂലക്കല്ല് വേണമായിരുന്നു അവർക്ക്. പക്ഷെ മൂലക്കല്ല് ആരായിരുന്നു? യേശുക്രിസ്തു ആയിരുന്നു, അല്ലേ? അപ്പൊ നമുക്ക് വായിക്കാം. അടുത്ത വാക്യം വായിക്കുന്ന മത്തായി സുവിശേഷം 21-ന്റെ 21 നേരത്തെ മത്തായി സുവിശേഷം 21 എടുക്കണം. അവിടെ ഒരു കല്ലിനെ കുറിച്ച് പറയുന്നു. ഇവിടെ ആരാ ചോദിക്കുന്നത്? മത്തായി സുവിശേഷത്തിൽ കഥാപാത്രം ആരാണ്? യേശുക്രിസ്തു ചോദിക്കുകയാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു എന്ന് പറഞ്ഞ ഇവിടെ മലയാളം ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പം കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആരെയാ മനസ്സിലാക്കേണ്ടത്?
ഇത് അല്ല, ഇത് യേശുവാണ് പറയുന്ന കർത്താവിനെ സംഭവിച്ചത്. അപ്പൊ ആരാ സംഭവിച്ചത്? ആരാലാണ്? യഹോവയാൽ സംഭവിച്ചു. അപ്പൊ ആരാണ് സിയോനിൽ മൂലക്കല്ലിട്ടത്? യഹോവയാണ്. ആ മൂലക്കല്ല് ആരാണ്? ക്രിസ്തുവാണ്. ആ കല്ല് അവരെന്ത് ചെയ്തു? വീട് പണിയേണ്ടവരെന്ത് ചെയ്തു? വീടെന്തായിരുന്നു? നമുക്കറിയാം, യേശു പറഞ്ഞു, ഞാൻ ഇസ്രായേൽ ഭവനങ്ങളിലെ, ഇസ്രായേൽ ഗോത്രങ്ങളിൽ നഷ്ടപ്പെട്ട ആടുകളെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നത് പറഞ്ഞോ? സുവിശേഷം പ്രസംഗിക്കാൻ വന്നപ്പോൾ പറഞ്ഞ കർത്താവ് പറഞ്ഞ, നിങ്ങൾ ഇസ്രായേൽ എന്ത് ചെയ്ത് വിട്ടു പോകരുതെന്ന് പറഞ്ഞല്ലേ? ഇസ്രായേൽ എന്താണ്? ഗൃഹം വിട്ടു പോകരുതെന്ന് പറഞ്ഞു. ജാതികളുടെ പട്ടണങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. സമരിയ പട്ടണങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അയച്ചിരിക്കുന്നു അല്ലേ? അപ്പം യേശു തന്നെയും ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് യേശു ശിഷ്യന്മാരെ അയച്ചപ്പോഴും എങ്ങോട്ട് അയച്ചത്? ഇസ്രായേലിലേക്ക് മാത്രമേ അയച്ചുള്ളൂ. കാരണം ഇസ്രായേൽ ഭവനത്തെ സോളമന്റെ കാലശേഷം പിരിഞ്ഞുപോയ രണ്ടായി പിരിഞ്ഞു, നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ ആൻഡ് സദേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞ് രണ്ടായി പിരിഞ്ഞു പോയി ഏക രാജത്വത്തിന് കീഴിലേക്ക് ഒരു രാജാവായി ഇസ്രായേലിനെ ഭരിക്കാൻ വേണ്ടി അവരുടെ മെസ്സിയായിരുന്നു യേശുക്രിസ്തു. ആ മെസ്സിയാണ്, ആ ക്രിസ്തുവിനെ അവർ അന്ന് കൈക്കൊണ്ടിരുന്നെങ്കിൽ ദൈവരാജ്യം വന്നു പോവുകയും നമ്മൾ അതിലുണ്ടാകുകയില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത് ദൈവത്തെ സംഭവിച്ചു. ആമേൻ. അവരാ കല്ല് തള്ളിക്കളഞ്ഞു അല്ലേ? ആ കല്ലിനെ അവർ സ്വീകരിച്ചോ? ഇല്ല, നീ ബെൽസബൂലാന്ന് പറഞ്ഞു, നീ ജോസഫിന്റെ ആ തച്ചന്റെ മകനാന്ന് പറഞ്ഞു, നിനക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു. അതിന്റെ അവനെ പിടിച്ച് ക്രൂസിൽ ഏൽപ്പിച്ചു, കൊന്നോളൂ. അപ്പം ഇവിടെ പറയാണ്, ഇത് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലെന്ന് ആരോട് ചോദിക്കുകയാണ്? ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ഈ കാര്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ? വീട് ദൈവത്തിന്റെ ഭവനമാണ്. ആര്? ഇസ്രായേൽ ആയിരുന്നു. എന്നാൽ അവർ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം നമ്മളെ ആ സ്ഥാനത്തേക്ക് എന്തുകൊണ്ടുവന്നു? ഭവനക്കാരായതുകൊണ്ട് പത്രോസ് പറയുന്നത് നിങ്ങൾ വായിച്ചു. നമ്മൾ പെട്ടെന്ന് പിടിച്ച് എഫേസ്യ ലേഖനത്തിലേക്ക് തന്നെ പോകാം. 2:20. എന്താ ബൈബിളിന്റെ മനോഹാരിത? എവിടുന്ന് പോയാലും എവിടെ എത്തിച്ച് അവിടെ എല്ലായിടത്തും എത്തിക്കാൻ പറ്റും. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കും. അടുത്ത വാക്യം, അവനിൽ. അപ്പൊ ഇവിടെ പറയുന്നത് സഭയെ ഒരു ബിൽഡിംഗ് ആയിട്ടാണ് നമുക്ക് പണിയുന്നത്. പത്രോസ് പറഞ്ഞ് കല്ലുകളെന്നാ പറഞ്ഞല്ലേ? പത്രോസ് പറഞ്ഞ് ഒരു ശ്രേഷ്ഠവും മാന്യമായ ഒരു കല്ല് സ്ഥാപിച്ചിരിക്കുന്നു, അവരിൽ വിശ്വസിക്കാൻ ഇടറി പോകത്തില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും ജീവനുള്ള കല്ലുകളായി ഒരേ ആത്മീയകരമായി ആ കല്ലിന്മേൽ പണിയപ്പെട്ടു വന്നു. അപ്പം ഇവിടെ പത്രോസ് പറയുന്നത്, പൗലോസ് പറയുമ്പോൾ ഒരു കെട്ടിടത്തെ കുറിച്ച് ഉപയോഗിക്കുമ്പോൾ പറയുന്ന ഒരു ബിൽഡിംഗ് ആണ് പണിയുന്നത്, ചർച്ച് പണിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ബിൽഡിംഗ് എന്താണ്? ഈ ബിൽഡിംഗിൽ ആരാണ്? കല്ലാണ് ഉള്ളത്, ജീവനുള്ള കല്ല്. എന്ന് വെച്ചാൽ ആത്മാക്കളാണ് അവിടെ കല്ലുകൾ പണിത്. യേശുക്രിസ്തു എന്ന ആത്മാവുള്ള ആത്മമന്ദിരമായി ദൈവത്തിന്റെ, അതാണ് 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരവും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. വായിച്ചു. എന്നാൽ ഒന്നാമത്തെ ബിൽഡിംഗ് ദൈവം പണിയാൻ ഉദ്ദേശിച്ച, യേശുക്രിസ്തുവിനെ ഉപയോഗിച്ച് പണിയാൻ ഉദ്ദേശിച്ച ബിൽഡിംഗ് എന്ന് പറയുന്നത് ആത്മീയമല്ലായിരുന്നു, അതൊരു കിങ്ഡം ഓഫ് ഇസ്രായേൽ ആയിരുന്നു. കിങ്ഡം ഓഫ് ഇസ്രായേൽ, ദൈവരാജ്യത്തിന്റെ, ഈ ഭൂമിയിൽ ദൈവരാജ്യം ഇസ്രായേലിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഇസ്രായേലിൽ നിന്ന് വെളിച്ചം വന്ന് നമ്മളൊക്കെ ഭരിക്കപ്പെടും. പക്ഷെ മണവാട്ടി ആവുന്നില്ലായിരുന്നു. നമ്മൾ ആരാകുമായിരുന്നു? യെരൂശലേമിൽ നിന്ന് ഭരണം പുറപ്പെടുമായിരുന്നു. യെരൂശലേം ഭരണ സ്ഥിരാകേന്ദ്രവും എല്ലാ ജാതികളെയും യെരൂശലേമിൽ നിന്ന് ഭരിക്കുകയും അതിനുവേണ്ടി ആളുകളെ നമ്മുടെ രാജ്യങ്ങൾ നിയോഗിക്കുകയും ചെയ്യുമായിരുന്നുള്ളൂ. എന്നാൽ എന്ത് ചെയ്തു? ദൈവം അവരോട് മാറ്റി. ദൈവം മാറ്റിയിട്ട് ഇനിയും ദൈവം ഭരിക്കാൻ പോകുന്നത് എവിടുന്നാണ്? യെരൂശലേമിൽ തന്നെയാണ് ദൈവം ഇനി ഭരിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. യെരൂശലേമെ വീണ്ടും ഭരണ സ്ഥിരാകേന്ദ്രമാക്കുമ്പോൾ അവിടെ ഭരണം നടത്തുന്നത് മണവാട്ടിയാന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നടത്തേണ്ട ആരായിരുന്നു? ഇസ്രായേലായിരുന്നു നടത്തേണ്ടത്. പക്ഷെ റീപ്ലേസ് ചെയ്തു. എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? ആ കല്ലിനെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട്. അടുത്ത വാക്യം വായിച്ചു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. എന്ത് മന്ദിരമായിട്ട് വളരുന്നു? അപ്പൊ അതെന്താണ്? ഒരു വിശുദ്ധ മന്ദിരമായി ദൈവത്തിന്റെ സഭ വളരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഏത് സഭയിൽ ഈ വിശുദ്ധി പറയാൻ കഴിയും? ഒന്നാമത്തെ കാര്യം, നമുക്ക് തൽക്കാലം അവിടെ വിട്ടിട്ട് പോവാം. കാരണം ഇത് നമ്മൾ പ്രസംഗിച്ച ഒരു 3-4 ദിവസം പ്രസംഗിക്കേണ്ടി വരും. ഈ സഭയുടെ പ്രത്യേകത എന്താണ്? ഈ സഭയ്ക്ക് അപ്പോസ്തല പ്രവൃത്തി എഫേസ്യർ എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-5-6 വാക്യം വായിക്കും. നിങ്ങളെ വിളിച്ചപ്പോൾ അപ്പൊ നിങ്ങളെ വിളിച്ചപ്പോ എന്തിനു വേണ്ടി വിളിച്ചു?
ഒരു പ്രത്യാശയാണ്. വായിച്ചു. നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്. ഏതാ ശരീരം? ക്രിസ്തുവിന്റെ ശരീരമായ സഭ ഒന്നാണ്. അതിന് പല പേരും ABCD ബ്രാൻഡിംഗ് ഒന്നുമില്ല. ഒരു ശരീരമുള്ളൂ. ആ ശരീരത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ ശരീരം. ആമേൻ. സഭ. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും, എല്ലാവരിലും ഇരിക്കുന്നവനുമായി, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പോൾ ദൈവസഭയ്ക്ക് എത്ര ദൈവമുണ്ട്? ഒരു ദൈവമേ ഉള്ളൂ, അല്ലെ? ദൈവസഭയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആ സഭയ്ക്ക് ഒരു വിശ്വാസമേ ഉള്ളൂ. ആ സഭ ഏകമാണ്. ആ സഭയുടെ പ്രത്യാശ ഒന്നാണ്. കർത്താവിന്റെ വരവാണ് ആ സഭയുടെ പ്രത്യാശ. ആ സഭയ്ക്ക് ഒരു കർത്താവേ ഉള്ളൂ. ആ സഭയ്ക്ക് ഒരു മാമോദിസയേ ഉള്ളൂ, ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ. ആ സഭയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം എങ്ങനത്തെ ദൈവമാണെന്ന് വായിച്ചത്? എല്ലാവർക്കും മീതെയുള്ളവനും, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും, എല്ലാവരിലും ഇരിക്കുന്നവനും. അപ്പൊ ഫാദർ, സൺ, ഹോളി ഗോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീതെയുള്ളവൻ പിതാവാണ്, കൂടെ വ്യാപരിക്കുന്നവൻ യേശുവാണ്, ഉള്ളിലിരിക്കുന്നവൻ ക്രിസ്തുവാണ്. അവർ ഒരേ ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്ന് ആളത്വങ്ങളില്ല. പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും ഒരു ദൈവമേ ഉള്ളൂ. അവൻ സകലത്തിനും മീതെ, സർവർക്കും മീതെ ദൈവമാണ്. അതുകൊണ്ടാണ് റോമർ 9:5 പറഞ്ഞ അവൻ സകലത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഹി ഈസ് ഗോഡ് എബവ് ഓൾ. ഹല്ലേലൂയ. എല്ലാത്തിനും മീതെ ദൈവമാണ് അവൻ. ആ സഭയ്ക്ക് എന്ത് നമ്മൾ പറഞ്ഞു? ആ സഭയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ സഭയ്ക്ക് ഒരു വിശ്വാസമേ ഉള്ളൂ. വിശ്വാസം പറയുമ്പോ പെന്തക്കോസ്തുകാരും നമ്മളെല്ലാം ഒരു വിശ്വാസം പറയും. കാരണം യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലാണ് നമ്മുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ആ ശരീരം ഒറ്റ ശരീരമാണ്. ഒരു ശരീരമാകുമ്പോൾ ആ ഒരു ശരീരത്തിന്റെ ക്വാളിറ്റി എല്ലാം ആ ഒരു ശരീരത്തിലുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ വായിച്ചു. അപ്പോൾ ആ ഒരു ശരീരത്തിന് ഒരു സ്നാനമേ ഉള്ളൂ. ആ ഒരു സ്നാനമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. കാരണം സഭ ആദ്യമായി ആ സഭയ്ക്കുള്ളിലേക്ക് ആത്മാക്കളെ വിശുദ്ധീകരിച്ച് കൊണ്ടുവരുന്നത് പത്രോസിന്റെ പ്രസംഗത്തിനോട് അനുബന്ധിച്ച്, അല്ലെ? അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പത്രോസിന്റെ പ്രസംഗത്തോടനുബന്ധിച്ച് കർത്താവ് 3000-ഓളം ആളുകളെ വിശുദ്ധീകരിച്ച് കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവരെ എന്ത് ചെയ്തു? സഭയോട് ചേർത്തു. ആര് ചേർത്തു? യേശു ക്രിസ്തു തന്നെ. അതായത് മത്തായി 28:19 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചവരെ തന്റെ ശരീരമാകുന്ന സഭയോട് ചേർത്തു. അപ്പൊ യേശു ക്രിസ്തു ഒരു പ്രാവശ്യം പറഞ്ഞതിനെ യേശു ക്രിസ്തു തള്ളിക്കളഞ്ഞതാണോ? അല്ല. യേശു ക്രിസ്തു പറഞ്ഞത് അവരോട് പറഞ്ഞ അവരെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അത് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും നടത്തും. അവൻ എന്നോട് കേട്ട് നിങ്ങളോട് സംസാരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവാണ് പെന്തക്കോസ്ത് നാളിൽ അവരുടെ ഉള്ളിൽ നിറഞ്ഞത്. അപ്പൊ താൻ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പഠിപ്പിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തന്റെ ആത്മാവ് അവർ ഉള്ളിലേക്ക് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് മനസ്സിലായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം, the name of the Father and of the Son and of the Holy Ghost is Jesus Christ എന്ന് അവർക്ക് മനസ്സിലായി. ആമേൻ. ആ നാമം വെളിപ്പെട്ടപ്പോൾ ആ നാമത്തെ സ്നാനം കഴിപ്പിച്ചു. ഇന്ന് വെളിപ്പാടില്ലാത്തവൻ, അക്ഷരം തിന്ന് ജീവിക്കുന്നവൻ ഇന്നും ആ കത്തോലിക്ക സഭ കൊണ്ടുവന്ന് ട്രിനിറ്റി തിന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇനി പറ, നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണ്, എത്രമാത്രം ഭാഗ്യമുള്ളവരാണ്, എത്രമാത്രം നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ചെയ്യും. അപ്പോസ്തലന്മാർക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്ത് തീനാവുകളെ പോലെ കൊടുത്തത്, ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ
പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നമ്മൾ എത്ര ചലപറ അന്യഭാഷ പറഞ്ഞു എന്നുള്ളതല്ല. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്തായിരിക്കും? തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത് പത്രോസ്, ഇത് യേശു പറഞ്ഞത്. അവര് തെറ്റിപ്പോയി. അവര് എന്താണ്? ശിഷ്യനാണ്, അപ്പോസ്തലനല്ല. പിന്നെ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇനി ഈ നാമത്തിൽ അശേഷം മിണ്ടിപ്പോകരുത് എന്ന് സെനഗോദ്രി സംഘം താക്കീത് ചെയ്തപ്പോ എന്നാ പിന്നെ അങ്ങനെയാണ് ഈ നാമം മിണ്ടിയിട്ടേ ഉള്ളൂ. അങ്ങനെയാ ചില പാസ്റ്റർമാർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാ പിന്നെ വാശിക്ക് ഈ നാമം മിണ്ടിയിട്ടേ ഉള്ളൂ എന്ന് ഓർത്തുകൊണ്ടാണ് ഈ നാമത്തിൽ അവർ സ്നാനം കഴിപ്പിച്ചത്. എവിടെ എന്തിനും ഈ നാമം കയറ്റിയതിന്റെ കാര്യം ഈ വാശിയാണ്. ആണോ? അല്ല. അപ്പൊ ഈ ബുദ്ധിമാന്മാരായി ഇതിനെല്ലാം ഇവര് തിരുവെഴുത്തുകൾക്ക് എന്ത് കണ്ടെത്തുമെന്നറിയാമോ? പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുക. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോ പുതിയ വ്യാഖ്യാനം വേണ്ട. പഴയതിലും പുതിയതിലും ഉള്ളതിനെ ദൈവം പ്രകാശിപ്പിച്ചു തരും. ഇരുളിൽ മറഞ്ഞു കിടക്കുന്നതിനെ പ്രകാശിപ്പിക്കുന്ന ദൈവം നിന്റെ ഉള്ളിൽ വരും. ഹല്ലേലൂയ. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നിനക്ക് ലഭിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും, നിനക്ക് കൺഫ്യൂഷൻ മാറും. മനസ്സിലാവാത്ത കാര്യങ്ങൾക്ക് മുട്ടാപ്പോക്ക് പറഞ്ഞുണ്ടാക്കേണ്ടി വരത്തില്ല. മനസ്സിലാകാത്ത കാര്യങ്ങൾക്ക് അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഊഹാപോഹങ്ങൾ നിരത്തേണ്ടി വരില്ല. സത്യം സത്യമായിട്ട് തന്നെ ദൈവം വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ സഭ ഒരു ശരീരമാണ്. ആ ശരീരം ആരംഭിക്കപ്പെട്ടത് യെരുശലേമിലാണ്. ആ ശരീരം പടർന്നു പന്തലിച്ച് ലോകത്തിലെമ്പാടി ചിതറിക്കിടപ്പുണ്ട്. പക്ഷെ ആ ശരീരം ഇനി ഒരു ദിവസം ഒരുമിച്ച് ചേരുമ്പോൾ അവരെല്ലാവരും ഏകദൈവ വിശ്വാസികളും, അവർക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഒരു ദൈവവും, അവരെല്ലാവരും അവരുടെ പാപങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റപ്പെട്ടവരും, അവരെല്ലാവരും വാഗ്ദത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും, അവരെല്ലാവരും തിരുവെഴുത്തുകൾ പ്രകാരം ജീവിച്ചു വരുന്നവരും ആണെങ്കിൽ മാത്രം കാഹളം ധ്വനിക്കുന്നത് അവർ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. കാഹളം ധ്വനിക്കുമ്പോൾ ആ വിശുദ്ധ സഭ ഉണർന്ന് ശാരത്തിൽ നിന്നും മണ്ണിൽ നിന്നും മൺകൂനകളിൽ നിന്നും ഉയർന്നെഴുന്നേൽക്കും. അന്ന് ജീവനോടിരിക്കുന്നവരും അതേ വിശ്വാസ പ്രമാണം മുറുകെ പിടിക്കുന്നവർ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് നമ്മൾ വായിച്ച ഇടയ്ക്കൊന്ന് വിട്ടുപോയി. അപ്പൊ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. 2:15. 14-15 ഒന്നും വെച്ചോ. 14 നമ്മൾ മറന്നു വയ്ക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉറച്ചു നിൽക്കണം. എവിടെ? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. അപ്പം ഇപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. 14-ാമത്തെ വാക്യത്തിൽ whereunto he called you by our gospel to the obtaining of the glory of our Lord. ഞങ്ങളുടെ സുവിശേഷ ഘോഷണ പ്രകാരം ആണ് നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത്. അല്ലാതെ അപ്പോസ്തലന്മാരുടെ സുവിശേഷ ഘോഷണ പ്രകാരമാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാർ പറഞ്ഞു വാക്കിനാലും ലേഖനത്താലും ഉപദേശത്തിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഇത് പഠിച്ചോണ്ടിരുമ്പോ ഇടറാൻ പാടുണ്ടോ? ഇല്ല. ഈ മത്തായിയും ആ കൂടെ ഉണ്ടെന്നേ. ഈ മത്തായി ഉണ്ട് ആ കൂടെ, എല്ലാവരും ഉണ്ട്. അവരെല്ലാവരെയും ദൈവം പറയണം. ഞങ്ങൾ ഒന്ന് പൗലോസ് പറയുമ്പോ സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷ ഘോഷകന്മാരെ എല്ലാം ചേർത്തിട്ട് പറയുകയാണ്, ഞങ്ങളുടെ സുവിശേഷ ഘോഷണ പ്രകാരം നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചതിന്റെ ഉദ്ദേശം യേശു ക്രിസ്തുവിന്റെ മഹത്വം നമ്മൾ പ്രാപിക്കണം. നമ്മൾ ആ കാഹളം ധരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം. തേജസ്സുള്ള ഉടുപ്പ് ധരിച്ച് നമ്മളോടേക്ക് പോകണം. അങ്ങനെ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് 15-ാമത്തെ വാക്യം പറഞ്ഞത്. Therefore, brethren, stand fast and hold the tradition which ye have been taught, whether by word or our epistle. ഞങ്ങളുടെ ലേഖനത്താലോ ഞങ്ങളുടെ വാക്കുകളാലോ നിങ്ങൾ കേട്ട ഈ പ്രമാണങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം. ഇതിനെ നിങ്ങൾ ലൂസ് ചെയ്തിട്ട് ഞങ്ങൾ അതേ ചെയ്യൂ, ഞങ്ങൾ ഇത് ചെയ്യത്തില്ല, ശരി നിങ്ങൾ ഇത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇത് ചെയ്യണ്ടെങ്കിൽ ബൈബിൾ നിങ്ങൾ എടുക്കണ്ട. നമുക്ക് തന്റെ അടുത്തോടെ പറയാൻ കഴിയില്ലേ? അപ്പോസ്തലന്മാരുടെ പ്രമാണങ്ങൾ അവർക്ക് ചെയ്യില്ല. പിന്നെ ഈ പുസ്തകം എടുക്കാനുള്ള അവകാശമുണ്ടോ?
ആരാ ഈ പുസ്തകം എഴുതിയത്? പുതിയ നിയമത്തിന്റെ സഭയുടെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞ് ഇന്ന് ഇവർ മാറ്റി ചെയ്യുന്നതിന് അവർ കാരണം കണ്ടെത്തുന്നത് മത്തായി സുവിശേഷം ആണെങ്കിൽ അവരെടുക്കാൻ പറ്റുന്ന മത്തായി സുവിശേഷം വരെ മാത്രം എടുത്താൽ മതി. അപ്പോസ്തലന്മാരാണ് ഇത് ചെയ്തതും പഠിപ്പിച്ചതും എഴുതിയതും എല്ലാം. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ എടുത്ത് നടക്കാനുള്ള അവകാശം പോലും ചിന്തിക്കുന്ന അവർക്ക് മനസ്സിലാവും. പിന്നെ എന്തിനാണ് ഈ പുസ്തകം എടുക്കാൻ ഞങ്ങൾക്ക് തന്ന അവകാശം എന്ന് തോന്നേണ്ടതാണ് സ്വാഭാവികമായിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടു, ഒരു ബാപ്റ്റിസമാണ്, ഒരു ദൈവമാണ്, ഒരു ദൈവമേ ഉള്ളൂ, അതുപോലെ തന്നെ ഒരു കർത്താവേ ഉള്ളൂ, ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ, ഒരു പ്രത്യാശയേ ഉള്ളൂ ആ ശരീരത്തിന് എന്ന് നമ്മൾ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ വേഗത്തിൽ വിട്ടുപോകാം. അപ്പൊ ആ സഭയെ സംബന്ധിച്ച് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ അത് ചർച്ച് ഈസ് ദ ഹൗസ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. സഭ ദൈവത്തിന്റെ ശരീരമാണ്. സഭ വെളിപ്പാടിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നു. ചർച്ചിന് ദൈവവും പിതാവുമായി ഒരു ദൈവമേ ഉള്ളൂ. ചർച്ചിന് ഒരു കർത്താവേ ഉള്ളൂ, ഒരു വീണ്ടെടുപ്പുകാരനേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടി ജഡത്തിൽ പ്രത്യക്ഷനായ യേശുക്രിസ്തുവാണ്. ചർച്ചിന് 5 വിധ മിനിസ്ട്രി വേലക്കാരേ ഉള്ളൂ. അത് എഫേസ്യർ 4:11 കാണാം. ചർച്ചിന് ഒരു വിശ്വാസമേ ഉള്ളൂ, അത് അപ്പസ്തോലിക പ്രമാണമാണ്. ചർച്ചിന് ഒരു ബാപ്റ്റിസമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. ചർച്ചിന് ഒരു ഉപദേശമേ ഉള്ളൂ, അത് അപ്പസ്തോലിക ഉപദേശമാണ്. ഹല്ലേലൂയ എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ ചർച്ചിന്റെ സ്വഭാവങ്ങളെ പഠിക്കുമ്പോൾ ചർച്ച് അപ്പോസ്തലപ്രവൃത്തി 2-43 വാക്യപ്രകാരം, അപ്പോസ്തലപ്രവൃത്തി 2-43 ഒന്ന് വായിച്ചു. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. മതി നിർത്താം. അപ്പം ചർച്ചിനകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലേ, അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. ചർച്ച് ഈസ് ഇൻസ്പയറിംഗ്. ചർച്ച് ഈസ് ഇൻസ്പയർഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ ആത്മാവിനാൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് സഭ, അത് ഉറങ്ങിക്കിടക്കുന്നതല്ല. ഓക്കെ. Then the church was devoted to holy scriptures. വിശുദ്ധ തിരുവെഴുത്തുകളിൽ മേൽ ചർച്ച് ഡിവോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് നമ്മൾ വായിക്കുന്നത് 2:45 2:44 ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്, സമയപരിമിതി കൊണ്ട്. Then church was generous. ചർച്ച് ഉദാരമാണ്. ചർച്ചിൽ മുട്ടുള്ളവരുണ്ടായിരിക്കാൻ പാടില്ല. സഭയിൽ വിശ്വാസികൾ ചിലർ വീട്ടിൽ പട്ടിണിയും ചിലർ വീട്ടിൽ സമൃദ്ധിയും ഉണ്ടായാൽ ആ ചർച്ച് സഭ ക്രിസ്തുവിന്റെ ശരീരമല്ല. നിന്റെ സഹശരീരത്തിലെ അവയവങ്ങളോട് നിനക്ക് പ്രതിബദ്ധിയില്ല. അവൻ വേദനിക്കുന്നുണ്ടോ എന്ന് നിനക്ക് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ, നീ അന്വേഷിക്കുന്നില്ലെങ്കിൽ, നീ മൃഷ്ടാനമായി കൊണ്ടുറങ്ങുന്നവരാണെങ്കിൽ ആ സഭയല്ല. സഭയുടെ നടത്തിപ്പുകാരനായ പാസ്റ്റർക്ക് ഉത്തരവാദിത്വമുണ്ട്. സഭയിലെ വിശ്വാസികളുടെ സാമ്പത്തിക സ്ഥിതി, ആരോഗ്യസ്ഥിതി, വീട്ടിലെ അവരുടെ ഭൗതിക സ്ഥിതി അറിയണം. ഇല്ലാത്തവനെ മേടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ സഭ ജനറസ് ആയിരുന്നു, ഉദാരമായിരുന്നു അല്ലെ. നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പത്രോസ് മെക്കദോനിയ സഭയിൽ നിന്നൊക്കെ ഉദാരമായി വാങ്ങി പല സഭകൾക്കും കൊടുക്കുന്നു. Church is generous and church was evangelistic. ചർച്ചിൽ സുവിശേഷ ഘോഷണം ഉണ്ടായിരിക്കണം. സഭയിൽ സുവിശേഷം പ്രസംഗിക്കണം. വല്ലാതെ ദാവീദിനെ കുറിച്ചോ അബ്രഹാമിനെ കുറിച്ചോ ഇസ്ഹാക്കിനെ കുറിച്ചോ ഹാഗാറിനെ കുറിച്ചോ അവിടെ ഉണ്ടായ വെള്ളത്തെ കുറിച്ചോ അല്ലെങ്കിൽ യാക്കോബ് മൽപ്പിടുത്തം പിടിച്ചതിനെ കുറിച്ചോ ലാബാന്റെ ഭവനത്തിലെ ആടുകളെ കുറിച്ചോ അല്ലെങ്കിൽ സോദോമിനെ കുറിച്ചോ ഗമോനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സഭയ്ക്കകത്ത് സുവിശേഷം പ്രസംഗിക്കും. Praise the Lord. Then church was joyous. ചർച്ച് സന്തോഷവും ആത്മനിർഭരതയും നിറഞ്ഞതായിരുന്നു. സഭ കൂടി വരുന്നത് സന്തോഷമായിരുന്നു. സഭയിലേക്ക് ആളുകൾ വരുന്നത് ആ സന്തോഷം പങ്കിടാൻ വേണ്ടി തീഷ്ണതയോടെ ആഗ്രഹത്തോടെ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച കാത്തിരുന്ന് വരുന്നതായിരിക്കണം. Praise the Lord. Then church was worshipful. സഭ ആരാധിക്കുന്നതായിരിക്കണം. സഭയിൽ ആരാധന ഉണ്ടായിരിക്കണം. നമുക്ക് ആരാധന അപ്പോസ്തലപ്രവൃത്തി പല അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് 12-ാം അധ്യായത്തിൽ പത്രോസിന്റെ വിടുതലിന് വേണ്ടി സഭ ശ്രദ്ധയോടെ ആരാധിച്ചു നിങ്ങൾ കാണുന്നുണ്ട്. Then church was reputable. ചർച്ചിന് എന്തുണ്ടായിരിക്കണം? സൽകീർത്തി ഉണ്ടായിരിക്കണം. ഇന്നത്തെ പല സഭയ്ക്കും സൽകീർത്തി ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇന്ന് പല സഭയ്ക്കും സൽകീർത്തി ഇല്ല. നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ കാണാം, ഇഷ്ടംപോലെ ക്രിമിനലുകളാണ് സഭയ്ക്കകത്തുള്ളത്. പാസ്റ്ററെ കുറിച്ചൊക്കെ വീഡിയോകൾ ഇഷ്ടം പോലെ വരുന്നത്. ലൈംഗിക അപവാദങ്ങൾ, പണം, പിടിച്ചുപറി, ഇതിങ്ങനെയുള്ള ഇല്ലാത്ത നാടകങ്ങളാണ് അഭിനയിക്കുന്നത്.
ആ ദേശത്ത് സഭയെ കുറിച്ച് സൽകീർത്തിയില്ല. സഭയ്ക്ക് ലോകത്തിന്റെ മുമ്പിൽ സൽകീർത്തി ഉണ്ടാകണം. അങ്ങോട്ട് ഉണ്ടാകണമെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ സത്യസന്ധതയും വിശുദ്ധി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അടുത്തതായി സഭ ഏക മനസ്സുള്ളവരായിരിക്കും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ആ 2-ന്റെ ആരംഭത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവരെല്ലാവരും പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്ന പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യത്യാസമായിട്ടാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. And when the day of Pentecost was fully come, they were all with one accord in one place. അവർ ഒരു മനസ്സോടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. One accord in one place. ഒരു സ്ഥലത്ത് ഒരു മനസ്സോടെ കൂടുക. സഭയ്ക്ക് ഒരു മനസ്സേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇരു മനസ്സുണ്ടെങ്കിൽ സഭ മുന്നോട്ട് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സഭയ്ക്ക് പിൽക്കാലത്ത് ദൈവസഭയ്ക്ക് വരുവാനുണ്ടാകുന്ന ദുരുപദേശങ്ങൾ ഈ സഭയെ പിടികൂടുന്നതിനെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഏതാനും വാക്യങ്ങൾ കൂടി ചിന്തിച്ചതിന് ശേഷം നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആരുടെ സഭയെ മേയ്പാൻ? ദൈവത്തിന്റെ സഭയെ മേയ്പാൻ ആരധ്യക്ഷന്മാരാക്കി വെച്ചു? പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചോളി. ദൈവത്തിന്റെ സഭയാണ്. അതിനെ നിയന്ത്രിക്കാൻ നിയോഗിക്കുന്നയാള് പോപ്പ് റോമിൽ നിന്ന് നിയമിക്കുകയല്ല. പെന്തക്കോസ്ത് സഭകളുടെ പൂർണ്ണമായ ആസ്ഥാന കേന്ദ്രമായ കുമ്പനാടിന്നോ അടൂരിന്നോ അല്ല, തിരുവല്ലയിന്നല്ല. പിന്നെ പരിശുദ്ധാത്മാവാണ് ആരെ ആശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ സഭയുടെ ശുശ്രൂഷകൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച ആളായിരിക്കണം. സഭ ദൈവത്തിൻ്റെതായിരിക്കും. ദൈവത്തിന്റെ ആത്മാവാണ് സഭയെ നിയന്ത്രിക്കുന്ന ആളെ നിയോഗിക്കേണ്ടത്. അവനെ ഏതെങ്കിലും സമ്പ്രദായത്തിൽ പോയി പഠിച്ച വ്യക്തി ആയിരിക്കരുത്. ദൈവാത്മാവിനാൽ പഠിച്ചവനായിരിക്കണം. പഠിച്ചു. ഞാൻ പോയ ശേഷം ആ സഭയെ ആദരിക്കാത്ത ആ പൗലോസ് ഇവരെ വിളിച്ചിട്ടേക്കുന്ന ഈ ദുരുപദേശന്മാർക്ക് ഇട്ടേക്കുന്ന പേരെന്താണ്? കൊടിയ ചെന്നായ്ക്കൾ എന്നാ അല്ലെ? എന്തൊരു കടുപ്പാ. ചെന്നായ്ക്കൾ എങ്ങനെ ചെയ്യുന്നത്? ബൈബിൾ പറയാം, കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ എന്ന് ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? അവയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ തന്നെ. അപ്പൊ ചെന്നായ്ക്കളുടെ സ്വഭാവം എന്താണ്? കടിച്ച് ചവിട്ടി പിടിച്ച് കടിച്ചു കീറുക. വായിച്ചു. നിങ്ങളുടെ ഇടയിൽ കടക്കും. സഭയ്ക്കകത്ത് ചെന്നായ്ക്കൾ കടക്കും. അവരെന്ത് ചെയ്യും? ശിഷ്യന്മാരെ ഈ ചെന്നായ്ക്കൾ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്ത് 3 വർഷക്കാലം ഈ വിഷയത്തിന് വേണ്ടി ആര് കരഞ്ഞു? പൗലോസ് കരഞ്ഞു. കേവലം ഒറ്റയ്ക്കിരുന്ന് കരയല്ല, കരഞ്ഞു ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. തന്റെ യാത്രകളിലെല്ലാം ആ പ്രാദേശിക സഭകളിലെ ശുശ്രൂഷന്മാരോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ കടക്കും. അവർ വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കും. ഇതിനകത്തുന്നുണ്ട് ശിഷ്യന്മാരെ ഭിന്നിച്ചു കളയും, സഭ ഉടച്ചു കളയും. സംഭവിച്ചു. അധികം നൂറ്റാണ്ടുകൾ പോയില്ല. 1-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടങ്ങൾ ശേഷം 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ ആരംഭിച്ചു. വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-9 വാക്യം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ. അപ്പൊ ഇവിടെ പൗലോസ് പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ അറിയിച്ച കാര്യത്തിന് വിപരീതമായിട്ട് നാളെ ഞങ്ങൾ വന്ന് പറഞ്ഞാലും ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെ വന്നു. അപ്പൊ കുറെ കൂടെ ആധികാരികമായി അല്ലെ? മനുഷ്യൻ പറഞ്ഞതിനേക്കാളും ആധികാരികമായിട്ടൊരു ദൂതൻ വന്ന് പറഞ്ഞാലും നിങ്ങളോട് സുവിശേഷം അറിയിച്ച
പൗലോസിന്റെ എന്താ ആധികാരികത! സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ദൂതൻ പോലും ഞാൻ അറിയിച്ചതിന് വിപരീതമായി അറിയിച്ചാൽ ആ ദൂതനെ ശപിക്കപ്പെട്ടവൻ അല്ലേ? അപ്പൊ എത്രമാത്രം പരിശുദ്ധാത്മ പൂർണ്ണനാണ് പൗലോസ്. പൗലോസ് പറയാണ്, സ്വർഗത്തിൽ നിന്നൊരു ദൂതമെന്ന് അറിയിച്ചാലും അവനും ശപിക്കപ്പെട്ടവനായിരിക്കും. വായിച്ചു. ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെടും. നിങ്ങൾ സ്വീകരിച്ചതല്ലാതെ അതല്ല കേട്ടോ, ഇതാണ് ശരി, ഞങ്ങളുടെ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൈക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. ഏകദൈവ വിശ്വാസം എന്ന് ശപിക്കപ്പെട്ട വിശ്വാസം സ്വീകരിച്ചു പോയ അനവധി ആളുകളുണ്ട്. യേശുക്രിസ്തു സ്നാനപ്പെട്ടിട്ട് വീണ്ടും പോയി ട്രിനിറ്റി സ്നാനപ്പെട്ടത് ഇയാൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഞാൻ പോയി ഈ സ്നാനം ഏറ്റു. ബൈബിൾ അവനെ കുറിച്ച് പറയുന്ന പേരാണ് ശപിക്കപ്പെട്ടത്. അടുത്തത് 2 കൊരിന്ത്യർ ചാപ്റ്റർ 11 3-ാം അധ്യായം 3-ാമത്തെ വാക്യം 11:3 മുതൽ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായേണ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദാമിൽ നിന്നും അകന്ന് പിശാചിന്റെ സ്വരം കേൾക്കാൻ പോയി ഹവ്വ വഞ്ചിക്കപ്പെട്ട്, ആദാമെ സന്തതികൾ ഒന്നാകെ വഞ്ചിക്കപ്പെട്ട് ദൈവപുത്രന്മാരുടെ അവകാശത്തിൽ നിന്ന് വീണുപോയതുപോലെ ഞാൻ ഭയപ്പെടുന്നു. ഇതുപോലെ വിപരീത ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും ഏകാഗ്രതയിലും വിട്ട് വഷളായി പോകും. വായിക്കാം. എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ, അപ്പോസ്തലന്മാരെ പ്രസംഗിച്ച യേശു, പൗലോസ് എന്താ പറഞ്ഞ? യേശു ക്രിസ്തു ദൈവം ജഡത്തിൽ വെളിപ്പെട്ടാന്ന് പറഞ്ഞല്ലേ? നമുക്ക് അതെല്ലാം വായിക്കാനൊന്നും നേരമില്ല. അപ്പൊ ഞങ്ങൾ പ്രസംഗിച്ച യേശു ആരാണ്? സ്വർഗത്തിലെ പിതാവ് ജഡമെടുത്തതാണ്. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ, ദൈവ പ്രതിമയാണ് അല്ലേ? ഓക്കെ, വായിച്ചു. മറ്റൊരു യേശുവിനെ, ഇവർ പ്രസംഗിക്കുന്ന മറ്റൊരു യേശുവിനെയാ. അവർ പ്രസംഗിക്കുന്ന യേശു ആരാണ്? തൃത്വത്തിലെ രണ്ടാമനാണ്. തൃത്വത്തിലെ രണ്ടാമനാണോ യേശുവാണോ നമ്മുടെ യേശു? അല്ല. നമുക്ക് തൃത്വം ഇല്ല, രണ്ടാമനും ഇല്ല, മൂന്നാമനും ഇല്ല, നമുക്ക് ഒരുവനെ ഉള്ളൂ അല്ലെ? ദൈവം ഒരുവൻ മാത്രം പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും ആരോടാ പറയുന്നേ? ഗലാത്യ സഭ അവര് കൈക്കൊണ്ട് യേശുവിനെ അവർക്കറിയാം, അവർ കേട്ട സുവിശേഷം അപ്പോസ്തലന്മാരെന്ന് അറിയാം, അവർ കൈക്കൊണ്ട് ആത്മാവ് ഏതാണെന്ന് അവർക്കറിയാം. എന്നിട്ട് പറയണത് നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു ആത്മാവോ, നിങ്ങൾ പഠിക്കാത്ത ഒരു യേശുവോ, നിങ്ങൾ സ്വീകരിക്കാത്ത ഒരു വിശ്വാസമോ ആരെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് വേറെ സുവിശേഷമോ ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്ന ആശയം. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ആശ്ചര്യമായിട്ട് തോന്നുന്നു പറയും. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്ന് നാം കാണുന്ന സഭകൾ മുഴുവനും ലോഡ്ജ് മുറികളാണ്. ചിലപ്പോൾ ചിലര് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് IPCയിലാണ്, പിന്നീട് ഞാൻ വന്നത് ഷാരോണിലാണ്, പിന്നീട് ഞാൻ ചർച്ചക്കോടി വന്നു, അതിനുശേഷം എന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ പെന്തക്കോസ്റ്റൽ ഇൻഡിപെൻഡന്റിൽ വന്നു, പിന്നീട് ഞാൻ ഇപ്പോ അസംബ്ലീസ് ഓഫ് ഗോഡിലാണ്. അപ്പൊ ഇങ്ങനെ ലോഡ്ജ് മാറി മാറി വരുന്നവരുണ്ട്. കത്തോലിക്ക സഭ എന്ന് ബ്രദറിലേക്ക് അല്ലെ പെന്തക്കോസ്റ്റലിലേക്കൊക്കെ. അങ്ങനെയല്ല സഭ. യഥാർത്ഥ സത്യസഭയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഒരു സ്നാനമേ ഉള്ളൂ, ഒരു പിതാവേ ഉള്ളൂ, ഒരു ബാപ്റ്റിസമേ ഉള്ളൂ, ഒരു പരിശുദ്ധാത്മാവേ ഉള്ളൂ. അത് സഭ ശ്ലൈഹികമാണ്, ഏകമാണ്, വിശുദ്ധമാണ്, സാർവത്രികമാണ്. ആ സഭയിൽ ഒരാൾ പുതുതായി ജനിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ അപ്പസ്തോലിക പ്രകാരം നടക്കുന്നില്ല എങ്കിൽ അവൻ ആ വിശുദ്ധ സഭയുടെ ഭാഗമല്ല. ആ വിശുദ്ധ സഭയുടെ ഭാഗമല്ല എങ്കിൽ ഈ കളയെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്ന നാളിൽ
അഗ്നിപ്പൊയ്കലിട്ട് കത്തിക്കും എന്നുള്ള കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് കുറിവാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം, അവസാനിപ്പിക്കാം.